പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഞാൻ ഈ അവസരം എടുക്കുന്നത് മറ്റൊന്നിനുമല്ല. നമുക്ക് പൗരസ്ത്യ സുവിശേഷ സമാജം ദീർഘകാലം അതിന്റെ ജൂബിലിക്ക് വേണ്ടി കാത്തിരിക്കുകയും 100 വർഷം കഴിഞ്ഞ സർവീസ് ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു ആത്മീയ അന്തരീക്ഷം വളർത്തിയെടുത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി ദൈവതിരുസന്നിധിയിൽ ഒന്നുകൂടി മഹത്വത്തിനായി സമർപ്പിക്കുക എന്നുള്ള സമയം ആയിരിക്കുന്നു. നമ്മുടെ സഭയിൽ എന്റെ ഓർമ്മ ഏകദേശം 75 വർഷം മുമ്പേ മുതലുള്ള കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. സുവിശേഷ സമാജം ഒന്നുമില്ലായ്മയിൽ നിന്നും അതിനകത്ത് ജീവത്യാഗം നടത്തിയിരുന്ന അത്രമാത്രം കഠിനാധ്വാനവും വിശപ്പും അടക്കി കഴിഞ്ഞ മിഷണറിമാർ, അനാഥശാലയിൽ വളർന്ന ആളുകൾ, വളർത്തിയവർ, ഇന്ന് നമ്മൾ മറ്റു ഒരു ദിക്കിലും ഏറ്റവും ആളുകൾ ഭാരമായ ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയും അവിടുത്തെ കുട്ടികൾ, അവിടെ അത് വളർത്തിയ ആളുകൾ, നട്ട ആളുകൾ എല്ലാവരെയും ദൈവതിരുസന്നിധിയിൽ നാം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ആത്തെങ്കിലച്ചൻ, അദ്ദേഹം ഷമ്മാശനായിരുന്ന കാലത്ത് 1924 രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പൗരസ്ത്യ സുവിശേഷ സമാജം. അനേക വിദ്യാർത്ഥികൾ, അനേക അനാഥർ അതിൽ വളർന്ന് ഒന്നാന്തരം ജോലി ലഭ്യമാക്കി തീർത്ത് രാജ്യത്തിനും അകത്തും വെളിയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഒന്നാന്തരം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പട്ടക്കാർ, അവരാൽ ബിൽഡപ്പ് ചെയ്ത മഹാപ്രസ്ഥാനം. പെരുമ്പാവൂരും പരിസരത്തുമുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിൽ എന്റെ ഓർമ്മയിൽ പൗരസ്ത്യ സുവിശേഷ സമാജം നടത്തുന്ന അനാഥശാല മാത്രമായിരുന്നു. ആ അനാഥശാലയിൽ സർവ് ചെയ്ത് വളർന്ന രാജ്യം മുഴുവൻ വിവിധ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുമായി ഇന്ന് സഭയ്ക്ക് അഭിമാനകരമാണ് വളർന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ വളരുന്ന ഏറ്റവും നാം ആദരിക്കപ്പെടുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അടുത്ത മാസം ആരംഭത്തിൽ തന്നെ ഇവിടെ വരുന്നതും ജൂബിലി ആഘോഷത്തിനു വേണ്ടി നാം എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന സമയം ഒരിക്കൽ കൂടി മഹത്തായ ആ പ്രസ്ഥാനത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് അതിന്റെ പ്രാരംഭകർത്താക്കളായ ബഹുമാനപ്പെട്ട ആത്തിങ്കൽ ഗീവർഗീസ് കോറെപ്പിസ്കോപ്പ, അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും പരിശുദ്ധ സിംഹാസനം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അലക്സാണ്ടർ കോറെപ്പിസ്കോപ്പ, തുടർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അനേക പട്ടക്കാർ, സുവിശേഷ സമാജത്തോട് അങ്കമാലി ഭദ്രാസനത്തോട് പ്രത്യേക കടപ്പാടും ആദരവും മറ്റൊന്നുമല്ല. പട്ടക്കാർ ഇല്ലാതെ വരുന്ന അവസരത്തിൽ മുഴുവൻ അങ്കമാലി ഭദ്രാസനത്തെ സഹായിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് പൗരസ്ത്യ സുവിശേഷ സമാജവും അതിൽപ്പെട്ട പട്ടക്കാരും. അനേക പട്ടക്കാരുടെ നിസ്തുലമായ സേവനത്തിൽ സുവിശേഷ സമാജം അങ്കമാലി ഭദ്രാസനത്തിന്റെ സെൻട്രൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഏറ്റവും അനുഗ്രഹകരമായ സേവനം നടത്തി വരവേ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അതിനോടുള്ള മുക്തകണ്ഠം പ്രശംസയും ആദരവും ഈ അവസരത്തിൽ ഓർപ്പിക്കേണ്ടതുണ്ട്. ഒരു വാക്കുകൂടെ ഈ അവസരത്തിൽ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, പൗരസ്ത്യ സുവിശേഷ സമാജത്തിന് കിട്ടിയ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും നൽകിയ ഏറ്റവും വലിയ ഓർമ്മ നിലനിൽക്കുന്നതും നമ്മൾക്ക് കടപ്പെട്ടതും നമ്മുടെ വിശ്വാസത്തിന്റെ നീറുറവുമായ അന്ത്യോക്യ സിംഹാസനത്തിൽ ലഭ്യമായ വലിയ ദാനമാണ് നമ്മൾക്ക് ഇന്ന് പ്രസന്റ് ആർച്ച് ബിഷപ്പായി സെർവ് ചെയ്യപ്പെടുന്ന സുവിശേഷ സമാജത്തിന്റെ പ്രസിഡന്റ് അഭിവന്യ മർക്കോസ് മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ചാർജ് എടുത്തതോടെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മിഷണറി പ്രവർത്തകർ എല്ലാം ഏതൊരു കാലത്തേക്കാൾ വളരെയധികം പ്രസന്റബിളായി വളർന്നുകൊണ്ടിരിക്കുന്നു. അഭിവന്യ തിരുമനസിനെയും ഈ അവസരത്തിൽ ധന്യമായി ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി സുവിശേഷ സമാജത്തിന് ആശംസകളും വളർച്ചയും നേർന്നുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളെ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കട്ടെ.